ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ക്രിസ്മസ് ഒക്കെ അടുത്തു, എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടോ? ഈ ക്രിസ്മസ് കാലത്ത് എനിക്ക് ലഭിച്ച ഒരു മെസ്സേജ് എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കിടാമെന്ന് ഞാൻ കരുതി. ഞങ്ങളുടെ ആത്മീയ ഗുരുവിൽ നിന്ന് ലഭിച്ച ഈ മെസ്സേജ് അത് കേട്ടപ്പോൾ പണ്ട് നമ്മളുടെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതല്ലേ കൂട്ടുകാരെ? മറ്റൊന്നുമല്ല, ആത്മീയമായി വളരാൻ, സ്നേഹത്തിൽ നിലനിൽക്കാൻ പ്രധാനമായും 3 കാര്യങ്ങൾ നാം നമ്മുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി, കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥന, എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള സംഭാഷണം, വർത്തമാനം പറയുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതെല്ലാം നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ മൂല്യങ്ങളൊക്കെ ഇന്ന് അന്യം നിന്നു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് മൊബൈലിന്റെ അതിപ്രസരത്തിലൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനോ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനോ, ഭക്ഷണം കഴിക്കുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഡൈനിങ് ടേബിളിൽ പോലും മൊബൈലായിട്ടാണ് പലപ്പോഴും, പ്രത്യേകിച്ച് യങ് ജനറേഷനെ നമുക്ക് കാണാൻ കഴിയുക. ഇതുമൂലം സ്നേഹബന്ധത്തിന് തകർച്ച സംഭവിക്കുന്നു. അതുവഴി നമ്മൾ കൂടുതൽ ആത്മീയമായി തകർന്നു പോകാൻ ഇടയാകുന്നു. പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹം, ലാളിത്യം, ത്യാഗമനോഭാവം, പരസ്പരമുള്ള ബോണ്ടിങ്, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്നും അന്യം വന്നു പോകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ, അതുമല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബോണ്ടിങ്, ആ സ്നേഹത്തിന്റെ ഊഷ്മളത പോലും ഇന്ന് കൈമോശം വന്നിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നാം ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ രുചിച്ചറിഞ്ഞ ആ നല്ല നാളുകൾ നമ്മുടെ മക്കൾക്കും അനുഭവിക്കാൻ നാം ആണ് സാഹചര്യം ഒരുക്കേണ്ടത്. ഇന്ന് നമ്മൾ എല്ലാവർക്കും തിരക്കാണ്. എന്തിനൊക്കെയോ വേണ്ടി ഓട്ടത്തിലാണ് നാം. നമ്മുടെ മക്കളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നമ്മളാണ് മാറേണ്ടത് പ്രിയ കൂട്ടുകാരെ. നമ്മൾ രുചിച്ചറിഞ്ഞ ആ നല്ല നാളുകൾ വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടാതിരിക്കും. മിന്നുന്നതെല്ലാം പൊന്ന് എന്ന മൂട് സ്വർഗത്തിൽ ചരിക്കാതെ, നമ്മുടെ കുടുംബമാകുന്ന സ്വർഗത്തിലെ സ്നേഹോഷ്മളതയിൽ നമ്മുടെ മക്കൾ ജീവിതം കെട്ടിപ്പടുക്കുവാൻ മാതാപിതാക്കളായി നാം വഴിതെളിക്കണം. അതുകൊണ്ട് നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മക്കൾക്കായി നമുക്ക് സമയം കണ്ടെത്താം. നമ്മുടെ ഭവനത്തിൽ ഇന്ന് ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥനയും, ഒരുമിച്ചുള്ള വർത്തമാനം പറച്ചിലും, ഒരുമിച്ചുള്ള ഭക്ഷണവും നമുക്ക് ശീലമാക്കാം. പരസ്പരമുള്ള സ്നേഹത്തലോടലിൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് പണിതുയർത്താൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.